Your Lordship, Bishop Ayul Pereira, ഇടുക്കിയുടെ ജോസ് ചുരുളി സെന്റ് തോമസ് കോളേജ് ചർച്ചിൻ്റെ ബഹുമാനപ്പെട്ട ജോസ് മാർക്കച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന പ്രിയപ്പെട്ട സന്തോഷച്ച, നമുക്കെല്ലാവർക്കും വളരെയേറെ സന്തോഷമുള്ള ദിവസമാണ് സന്തോഷത്തിൻ്റെ ഈ ജൂബിലി ആഘോഷിക്കുക എന്നുള്ളത്. ഈ ഡിസംബർ ജനുവരി മാസങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ ധാരാളം ഓർഡിനേഷൻസിൻ്റെ ടൈമാണ്. ഓർഡിനേഷൻ്റെ ടൈമിൽ നമ്മളെല്ലാവരും പൗരോഹിത്യത്തെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ വർഷം തന്നെ ജൂബിലി ഇടവകയിൽ ഒരു ഓർഡിനേഷൻ ഉണ്ടായിരുന്നു, വാഴത്തോപ്പിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ കഞ്ഞിക്കുഴിയിലുണ്ടായിരുന്നു. നമ്മുടെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. ഇങ്ങനെ ഓരോ സ്വീകരിക്കുന്ന വൈദികർ നമ്മുടെ നാട്ടിൽ തന്നെയല്ല അവർ സേവനം ചെയ്യുന്നത്, അവർ ദൂരെ പ്രദേശങ്ങളിലേക്കൊക്കെ പോയാണ് സേവനം ചെയ്യുന്നത്. അങ്ങനെ 10-35 വർഷം മുമ്പ് ഈ ഇടവകക്കാരനായ സന്തോഷത്തിക്കൽ എന്ന ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ടീനേജറിന് സെമിനാരിൽ ചേരാൻ താല്പര്യം തോന്നിയപ്പോൾ തൊട്ടടുത്തൊന്നും പോകാതെ ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് പോകാനായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതുകൊണ്ടാണ് 25 വർഷം മുമ്പ് 2001 ഏപ്രിൽ മാസം 26-ാം തീയതി അദ്ദേഹം ജമ്മു ശ്രീനഗർ രൂപതയ്ക്ക് വേണ്ടി വൈദികനായി അഭിഷിക്തനായത്. ഇവിടെ സൈനികരായിരുന്ന ആളുകൾ വളരെയധികം പേർ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരാണ്. പൊതുവെ ബൈബിളിൽ പറയുന്നത് കർത്താവ് പറഞ്ഞ കാര്യമാണ്, പ്രവാചകൻ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്നുവെന്ന്. ഇത്രയും പേരോടെ കൂടിയിരിക്കുന്നതുകൊണ്ട് സന്തോഷത്തിൽ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ പ്രവാചകൻ അത്രമാത്രം നമ്മുടെ ഈ ഇടവകയിലും നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലും സ്വീകാര്യനാണ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. കുത്തനാപുഴയിൽ അധികം കുടുംബാംഗങ്ങളാണ് മഹാഭൂരിപക്ഷവും. നിങ്ങളെല്ലാവരും തന്നെ ചുരുളിയിലും പെരിയമ്പാട്ടും വാഴത്തോപ്പിലും ഈ ചുറ്റുപാടുള്ള പ്രദേശങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വേറെയും ധാരാളം അച്ഛന്മാർ ഈ ഒരു കണക്ഷൻ ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ജലന്ധർ രൂപതയിലുള്ള ആളുകളുണ്ട്, കോതമംഗലത്ത് അത്തിക്കൽ കുടുംബത്തിൽ നിന്നുള്ള ആളുകളുണ്ട്. അത്തിക്കൽ കുടുംബം കരിമണ്ടൂരിൽ നിന്നാണെന്നാണ് എൻ്റെ ഒരു വിചാരം, എൻ്റെ അഭ്യർത്ഥന. നമ്മുടെ രൂപതയിൽ തന്നെ ഫ്രാൻസിസ് അത്തിക്കൽ, പയസ് അത്തിക്കൽ, മാത്യു അത്തിക്കൽ, ഈ 3 വൈദികർ സേവനം ചെയ്തത്. എന്നാൽ അവരുടെ നല്ല മാതൃക സ്വീകരിക്കാത്ത അച്ഛനാണ് കാശ്മീരിൽ പോയതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം കാശ്മീരിൽ നന്നാക്കാനായിട്ട് ചുരുളിയുടെ ഒരു മകൻ വേണമായിരുന്നു. പിതാവ് ഇവിടെ പ്രസംഗിച്ചതുപോലെ അവിടെ കാര്യങ്ങൾ ക്രമപ്പെടുത്താനും കംഫർട്ടുകൾ നോക്കാതെ, സൗകര്യങ്ങൾ നോക്കാതെ ശുശ്രൂഷിക്കാനും നമ്മുടെ ഹൈവേയിൽ നിന്ന്, നമ്മുടെ രൂപതയിൽ നിന്ന്, ഈ ഇടവകയിൽ നിന്ന് ഒരു വൈദികന് സാധിച്ചുവെങ്കിൽ അത് നമുക്ക് സന്തോഷവും അഭിമാനവുമുള്ളതാണ്. പിതാവ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഇടുക്കി രൂപതയിൽ ഇപ്പോഴത്തെ രൂപതാധ്യക്ഷ നേതൃത്വത്തിൽ നടക്കുന്ന വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ നല്ല ദൈവകൂടി ഉണ്ടായത്. അപ്പോൾ പിതാവ് നമുക്കിടുന്ന തള്ളിയതാണ്. ഇത് മുന്നോട്ട് പിതാവിൻ്റെയും അതിനു മുമ്പ് മാത്യു പതിനാമണി പിതാവിൻ്റെയും എല്ലാം വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ രൂപതയിൽ നിന്ന് ധാരാളം പേർ മിഷനിലേക്ക് പോയിട്ടുള്ളത്. അത് നമുക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ വളരെ കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ജമ്മുവിലേക്ക് മാത്രമല്ല, ഒരു നാട്ടിലേക്ക് അധികം കുട്ടികൾ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ദുഃഖകരമായ കാര്യം. അത് പരിശീലനത്തിന് കുറവാണോ, എൻ്റെ പ്രോത്സാഹനത്തിന് കുറവാണോ, അതോ മാതാപിതാക്കളായ നിങ്ങളുടെ എന്തെങ്കിലും കുറവാണോ എന്ന് എനിക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ ഭവനങ്ങളിലൊക്കെ കുട്ടികൾ വളരെ കുറവായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ജമ്മുവും കാശ്മീരും ഒക്കെ നമ്മുടെ സ്വപ്നങ്ങളിലും പത്രങ്ങളിലും റേഡിയോകളിലും ഒക്കെ കേട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ധീരതയോടുകൂടി അച്ഛനോട് പോയത്. ആ കാലഘട്ടത്തിൽ നമ്മളൊരു 35 വർഷം മുമ്പ് ഞാൻ കേട്ടിരുന്നത് എപ്പോഴും അവിടെ അത് പൊട്ടി, വയനാട് ഇത് പൊട്ടി എന്നൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ അതിജീവിച്ച് പോകണമെങ്കിൽ നല്ല ധീരത വേണം. അത് നമ്മുടെ ഇടുക്കിക്കാരുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് മറ്റു കാര്യങ്ങൾ പല കാര്യങ്ങളിലും നമുക്ക് കുറവുണ്ടെങ്കിലും ധീരതയുടെ കാര്യത്തിൽ നമ്മുടെ അടുത്ത് ആരും തന്നെ ചെയ്യും. അത് നമുക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല, നമ്മൾ ധീരന്മാരായതുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലും പോകാനായിട്ട് നമ്മൾ തയ്യാറാകുന്നത്.
സന്തോഷത്തിന് അങ്ങനെ പോയി. ഇനി കഴിഞ്ഞ ദിവസം സന്തോഷത്തിന്റെ ബാച്ച്മേറ്റായ മാത്യു വെള്ളമാകലച്ചിന്റെ ജൂബിലിക്ക് കൂടി. അപ്പോൾ അവർ ഒരുമിച്ച് പഠിച്ച 3 പേര് അച്ഛനോടെയുണ്ട്. ഒരുമിച്ച് പഠിച്ച 3 പേര് വൈദികരായി എന്ന കാര്യം അച്ഛൻ അനുസ്മരിക്കുകയുണ്ട്. അത് അച്ഛനൊരു ബലമാണ്. ഒരുമിച്ച് പഠിച്ച ആളുകൾ വൈദികരാവുക, ഒരുമിച്ച് ജൂബിലിക്ക് ആഘോഷിക്കുക. ഈ സന്തോഷത്തിന്റെ ഇപ്പോഴത്തെ പിതാവ്, ഇതിനു മുമ്പ് അവിടെ പല ബിഷപ്സ് ഉണ്ടായിട്ടുണ്ട്. ഹിപ്പോളിറ്റസ് പിതാവ് ഉണ്ടായിരുന്നു, പിന്നീട് റമ്പാശ്ശേരി പിതാവ് ഉണ്ടായിരുന്നു, അങ്ങനെ പല പിതാക്കന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ പിതാവ് അദ്ദേഹം ചെയ്ത എല്ലാ സേവനങ്ങളെയും ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. അത് മാതാപിതാക്കൾ മലയാളത്തിൽ നിന്നോടെല്ലാം നന്നായിട്ട് പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്, കുടുംബാംഗ അഭിമാനമുണ്ട്. പ്രിയപ്പെട്ട സന്തോഷ ചാച്ചനെ കുറിച്ച് we are proud of you and we are very happy that you are working there as a son of Chirudi, son of Idiki. ഇനിയുള്ള അച്ഛൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ദൈവത്തെ വലിയ കൃപ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അച്ഛനെ കുറിച്ച് എനിക്ക് ഒത്തിരി പരിചയമൊന്നുമില്ല, പക്ഷെ ഞാൻ അച്ഛൻ്റെ ഒരു നല്ല ഗുണം കാണുന്നത് അത് മറ്റച്ഛന്മാർക്ക് അനുകരിക്കാവുന്നതാണ്. അച്ഛൻ അവധിക്കൊക്കെ വരുമ്പോൾ നമ്മുടെ രോഗാ കേന്ദ്രത്തിൽ വരികയും ഞങ്ങളോടൊപ്പം സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്യും. അത് എനിക്ക് ഒരു പ്രചോദനവും ചില സമയങ്ങളിൽ ഒരു സർപ്രൈസുമാണ്. കാരണം ചിലർ വരാതില്ല, ചിലർ ഒരു പ്രാവശ്യം വരികയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കും, വരാത്തപ്പോൾ ഞാൻ വിചാരിക്കും ഞങ്ങളത്ര ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ടായിരിക്കും. ഒരു പ്രാവശ്യം വന്നിട്ട് പിന്നെ വരാത്തപ്പോൾ ഞാൻ ചിന്തിക്കും. പക്ഷെ സന്തോഷത്തിന് റെഗുലറായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വലിയ കുഴപ്പക്കാരല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അച്ഛൻ്റെ ആ വരവ് ഹാപ്പി ദാറ്റ് യു കം ദെയർ. ആൻഡ് അതുകൊണ്ടാണ് ഇന്ന് ഈ ജൂബിലി വരാനായിട്ട് ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷം തോന്നിയത്. ഇവിടെ ഇന്ന് മറാഠിച്ചൻ വളരെ ഔപചാരികമായിട്ട് പറഞ്ഞതാണ് എനിക്ക് വലിയ തിരക്കാണ്. പക്ഷേ ഔപചാരികമായിട്ട് പറഞ്ഞത് അത് ശരിയാണ്. കാരണം രാവിലെ ഇവിടെ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, പിന്നീട് ഞാൻ ഒത്തുകല്യാണത്തിന് പോയി തിരിച്ചു വന്നു, പിന്നെ വേറെ അത്യാവശ്യം കാര്യം ചെയ്തതിനു ശേഷം വരികയാണ്. നാട്ടിൽ ഞായറാഴ്ചകളിൽ പൊതുവെ ജൂബിലി ഞാൻ അത്ര ഏറ്റെടുക്കാറില്ല. അത് സന്തോഷത്തിൻ്റെ ജൂബിലി ആയതുകൊണ്ടാണ് ഞായറാഴ്ച ഞാൻ സ്വീകരിച്ചത്. കാരണം ഞായറാഴ്ച രോഗാധ്യക്ഷൻ പള്ളികളിൽ പോകേണ്ടതും അജപാല ശുശ്രൂഷകൾ നടത്തേണ്ട ദിവസമാണ്. ഈ ജൂബിലിയിൽ വന്നതുകൊണ്ട് എന്നെ അതിനുശേഷം 2-3 അച്ഛന്മാർ കുർബാനയ്ക്ക് വരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുർബാനയേക്കാൾ വലുതാണ് സന്തോഷത്തിൻ്റെ ജൂബിലി. കുർബാന ജൂബിലിയേക്കാൾ വലുതാണ്. പക്ഷെ ആ പള്ളിയിൽ ഇനിയും നമുക്ക് കുർബാനയ്ക്ക് പോകാൻ സാധിക്കും, പക്ഷേ ഈ ജൂബിലിക്ക് നമുക്ക് പിന്നെ വരാൻ സാധിക്കുകയില്ല. അച്ഛനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് വളരെ വിധേയത്വമുള്ള, വളരെ ഉത്തരവാദിത്വമുള്ള, വളരെ കുലീനത്വമുള്ള പെരുമാറ്റമുള്ള വ്യക്തിയാണ്. അച്ഛൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. അച്ഛൻ്റെ സഹോദരങ്ങളുണ്ട്. അച്ഛൻ്റെ ഒരു സഹോദരൻ വിദ്യാസമാനത്തിനാണ് യാത്രയായി. 8 മക്കളുള്ള വീട്ടിലെ ഒരു വ്യക്തിയാണ് സന്തോഷ്. ആ 8 മക്കളിൽ ഒരുമിച്ച് വളർന്നതുകൊണ്ടുള്ള ഒരു സന്തോഷം അച്ഛൻ്റെ മുഖത്ത് എപ്പോഴും ഉണ്ട്. നമ്മുടെ രൂപതയിൽ കോളേജിൽ പഠിപ്പിക്കുന്ന വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ മറ്റ് മേഖലകളിലെല്ലാം ഉണ്ട്. ഒറ്റയ്ക്കൽ കുടുംബം നമ്മുടെ ഇടവകയുമായിട്ട് വളരെ ഇടചേർന്ന് പോകുന്ന ഒരു കുടുംബമാണ്. അതാണ് ഇവിടെ ധാരാളം വൈദികർ ഇവിടെ വന്നിരിക്കുന്നത്. അച്ഛൻ്റെ കഴിഞ്ഞ 25 വർഷത്തെ ശുശ്രൂഷ വളരെ മനോഹരമായതിൽ ഞങ്ങൾ അച്ഛനോടൊപ്പം സന്തോഷിക്കുന്നു. ചില പേര് സന്തോഷമായതുകൊണ്ട് സന്തോഷിക്കാൻ എളുപ്പമുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് വീട്ടുകാരുടെ പേരാണ്. അപ്പനാണോ അമ്മയാണോ അതോ സഹോദരനായിട്ടോ എന്നറിയില്ല. അച്ഛനെപ്പോഴും ഒരു സന്തോഷ പ്രകൃതിയുണ്ട് അല്ലെ. പേരനുസരിച്ച് നമ്മുടെ പ്രകൃതി ആകുന്നത് വളരെ നല്ലതാണ്. ചിലരുടെ പേര് സന്തോഷമാണെങ്കിൽ മുഖത്തിന് സന്തോഷമില്ലായെങ്കിൽ നമുക്ക് തോന്നുന്നു ആരാണ് ഈ പേരിട്ടത്. അച്ഛനേതായാലും മുഖത്ത് ഒരു സന്തോഷം കാണുന്നുണ്ട്. അച്ഛൻ്റെ പേരൻസിനെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥനാപൂർവ്വം അനുസ്മരിക്കുകയാണ്. അതുപോലെ അച്ഛൻ്റെ ഇനിയുള്ള കാലത്തെ ശുശ്രൂഷ 25 വർഷമേ ആയിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അച്ഛൻ്റെ ശിരസിൻ്റെ പ്രത്യേകത കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരാളായിരിക്കും സന്തോഷത്തിൽ. അതുകൊണ്ട് ഞാൻ അച്ഛനെ കഴിഞ്ഞ കാലത്തിൽ അച്ഛനെ ജൂബിലിക്ക് ക്ഷണിക്കുന്നത് വരെ ഞാൻ കൂടുതൽ ബഹുമാനം നൽകിയിരുന്നു. ഇനി ഞാൻ അത്രയും ബഹുമാനം നൽകില്ല. കാരണം അച്ഛൻ്റെ ഇളയതാണെന്ന് എനിക്ക് നല്ല ബോധ്യം. കാരണം എൻ്റെ ജൂബിലി കഴിഞ്ഞിട്ട് 2 കൊല്ലം. അപ്പോൾ പ്രിയപ്പെട്ട സന്തോഷത്തെ ഇനിയുള്ള കാലഘട്ടമാണ്. അവിടെ വളരെ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് അച്ഛനെ ഇടവരട്ടെ. അച്ഛൻ പിതാവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു പ്രീസ്റ്റ് അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെ, അദ്ദേഹത്തിൻ്റെ മിഷനെ, അദ്ദേഹത്തിൻ്റെ കംഫർട്ടിന് മുകളിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഫലദായകമായി തീരുന്നത്. അത്
ആ ഒരു കാര്യത്തിനോട് പിതാവിനോട് പറഞ്ഞത് ഞാൻ വളരെ സന്തോഷമുള്ള വ്യക്തിയാണ്.